10th സ്റ്റാൻഡേർഡ് തേർഡ് ചാപ്റ്റർ സോഷ്യൽ സയൻസ് 2 മഴക്കാടുകളിൽ നിന്ന് മഞ്ഞുരുകാത്ത നാട്ടിലേക്ക്. ഇന്നലെയാണ് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്നും നരൈൻമാറിൽ ഞാൻ എത്തിച്ചേർന്നത്. പെച്ചോര നദിയുടെ തീരത്തുള്ള ഈ പട്ടണത്തിൽ എന്നെപ്പോലുള്ള ധാരാളം സഞ്ചാരികൾ എത്തിച്ചേരാറുണ്ട്. ഇവിടെ നിന്നും സൈബീരിയൻ ടണ്ട്ര പ്രദേശങ്ങളിലേക്ക് കാൽനടയായി സഞ്ചരിച്ച് അവിടുത്തെ സവിശേഷതകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ ഉൾപ്പെടുന്ന പര്യവേഷണ സംഘത്തിൻ്റെ ലക്ഷ്യം. വർഷം മുഴുവൻ അതിശൈത്യം അനുഭവപ്പെടുന്നതും മഞ്ഞ് മൂടി കിടക്കുന്നതുമായ ഈ പ്രദേശം കോങ്കോയിലെ കസായി പ്രവിശ്യയിൽ നിന്നുള്ള എനിക്ക് അത്ഭുതങ്ങളുടെ ലോകമാണ് തുറന്നു വച്ചത്. താരതമ്യേന ഏറ്റവും അധികം സൗരോർജം ലഭിക്കുന്ന ഭൂമധ്യരേഖാ പ്രദേശത്ത് ജീവിക്കുന്ന എന്നെപ്പോലുള്ള ഒരാൾക്ക് ധ്രുവപ്രദേശത്തോടടുത്തുള്ള ഈ പ്രദേശത്ത് എത്തിച്ചേരുമ്പോൾ അവിടെയുള്ള കാഴ്ച കാണുമ്പോൾ അതിശയം എത്രയാണെന്ന് പറഞ്ഞറിയിക്കാവുന്നതിനും അപ്പുറമാണ്. ഇരു പ്രദേശങ്ങളും തമ്മിലുള്ള സസ്യജന്തുജാലങ്ങളിലെ വൈവിധ്യം, ജീവിത രീതിയിലെ വ്യത്യാസം എന്നിവ കണ്ടറിയേണ്ട ഒന്നു തന്നെ. ടണ്ട്ര പ്രദേശങ്ങളിൽ താരതമ്യേന ഉയർന്ന താപനില അനുഭവപ്പെടുന്ന ജൂലൈ മാസത്തിൽ പോലും ശരാശരി താപനില 10 ഡിഗ്രി സെൽഷ്യസിന് താഴെയാണ്. ശൈത്യകാല താപനില -50 ഡിഗ്രി വരെ താഴാറുണ്ട്. വർഷം മുഴുവൻ ഉയർന്ന താപനില അനുഭവപ്പെടുന്ന എൻ്റെ നാടിനെക്കുറിച്ച് ഞാൻ അപ്പോൾ ഓർത്തുപോയി. കട്ടിയുള്ള രോമക്കുപ്പായങ്ങളും രോമത്തൊപ്പിയും ധരിച്ച് ഞങ്ങൾ ടണ്ട്ര പര്യവേഷണത്തിന് തയ്യാറായി. മത്സ്യം ഉപയോഗിച്ച് തയ്യാറാക്കുന്ന പെൽമെനി എന്ന തനത് വിഭവമായിരുന്നു പ്രാതലിനോടൊപ്പം ഞങ്ങൾക്ക് ലഭിച്ചത്. കോങ്കോയിലെ മിക്കവാറും എല്ലാ വിഭവങ്ങൾക്കൊപ്പവും മരച്ചീനി ഉണ്ടാകും. വാഴയിലയിൽ വിളമ്പുന്ന വേവിച്ച മരച്ചീനിയായ കൊങ്ക, മരച്ചീനി മാവ് കൊണ്ടുണ്ടാക്കുന്ന ഫുഫു, മരച്ചീനി ഇല വേവിച്ചുണ്ടാക്കുന്ന വിഭവമായ സൊമ്പ എന്നിവ പ്രധാന മരച്ചീനി വിഭവങ്ങൾ. എൻ്റെ നാട്ടിലെ ഭക്ഷണരീതിയുമായി ഇവിടുത്തെ ഭക്ഷണരീതിയെ താരതമ്യം ചെയ്തപ്പോൾ അവയിലെ വൈവിധ്യം എനിക്ക് ഏറെ കൗതുകമുണർത്തി. ഭൂമധ്യരേഖാ പ്രദേശത്തുള്ള റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്ന രാജ്യത്തിലെ കസായി പ്രവിശ്യയിൽ നിന്നുള്ള ഒരു സഞ്ചാരി തൻ്റെ ടണ്ട്ര പര്യവേഷണത്തെക്കുറിച്ച് തയ്യാറാക്കിയ വിവരണത്തിൻ്റെ ഭാഗം നമ്മൾ വായിച്ചു. ഭൂമിയിൽ വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകളെക്കുറിച്ച് നമ്മൾ മുൻ അധ്യായത്തിൽ ചർച്ച ചെയ്തു. ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ ഉൾപ്പെട്ട ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ഒരാൾ മറ്റൊരു കാലാവസ്ഥാ മേഖലയായ ടണ്ട്രയിൽ എത്തിച്ചേർന്നപ്പോൾ തൻ്റെ ചുറ്റുപാടിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതായി അനുഭവക്കുറിപ്പിൽ രേഖപ്പെടുത്തിയത് കണ്ടു. ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലകൾ ചിത്രീകരിച്ചിട്ടുള്ള ഒരു ഭൂപടം തന്നിട്ടുണ്ട്. എന്നിട്ട് ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലകളുടെ കുറച്ച് സവിശേഷതകളൊക്കെയാണ് പിന്നെ ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളെ സംബന്ധിച്ച് ഒരു സാമാന്യ ധാരണ നേടിയെടുക്കാൻ ഈ ചിത്രങ്ങൾ നമ്മെ സഹായിക്കും. ഇനി നമുക്ക് ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖല പ്രത്യേകതകൾ പരിശോധിക്കാം. വർഷം മുഴുവൻ താപനില ഏറെക്കുറെ ഒരുപോലെയാണ് എന്നതാണ് ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയുടെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത. ഭൂമധ്യരേഖാ പ്രദേശത്ത് കാലികമായും ദൈനികമായും താപനിലയിൽ കാര്യമായ വ്യതിയാനമുണ്ടാകാറില്ല. മാസിക ശരാശരി താപനിലയും വാർഷിക ശരാശരി താപനിലയും ഏതാണ്ട് 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ശൈത്യകാലം അനുഭവപ്പെടാറില്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സവിശേഷ കാലാവസ്ഥ ഇവിടെ അനുഭവപ്പെടുന്നതെന്നറിയാമോ? ഉയർന്ന അളവിൽ ഇവിടെ ലഭിക്കുന്ന സൂര്യപ്രകാശം വർഷം മുഴുവൻ ഉയർന്ന താപനിലയ്ക്ക് കാരണമാകുന്നു. തന്മൂലം ഈ പ്രദേശത്ത് പൊതുവെ ശൈത്യം അനുഭവപ്പെടാറില്ല.
പ്രഭാതത്തിൽ മിതമായ താപനിലയാണ് അനുഭവപ്പെടുന്നതെങ്കിലും ക്രമേണ താപനില വൻതോതിൽ ഉയരുന്നു. ഇത് ഉയർന്ന തോതിലുള്ള ബാഷ്പീകരണത്തിനും ഉച്ച കഴിഞ്ഞുള്ള കനത്ത സംവഹന മഴയ്ക്കും കാരണമാകുന്നു. വർഷം മുഴുവൻ കനത്ത മഴ ലഭിക്കുന്ന പ്രദേശമാണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല. ഏകദേശം 175 സെൻറ്റിമീറ്റർ മുതൽ 250 സെൻറ്റിമീറ്റർ വരെ ഇവിടുത്തെ വാർഷിക മഴ. ഉയർന്ന താപനില, ഉയർന്ന ബാഷ്പീകരണ തോത് എന്നിവയാണ് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലെ കനത്ത മഴയ്ക്ക് കാരണം. സംവഹന വൃഷ്ടി കൂടാതെ ചിലയിടങ്ങളിൽ ശൈലവൃഷ്ടിയും ലഭിക്കാറുണ്ട്. ഇന്തോനേഷ്യയിലെയും ആഫ്രിക്കയിലെയും പർവ്വത പ്രദേശങ്ങളിലാണ് ശൈലവൃഷ്ടി ലഭിക്കുന്നത്. ഇന്തോനേഷ്യയിലെയും ആഫ്രിക്കയിലെയും പർവ്വത പ്രദേശങ്ങളിൽ ശൈലവൃഷ്ടി ലഭിക്കുന്നു. നിർവാത മേഖലയിലെ വായുപ്രവാഹങ്ങളുടെ സംയോജനം മൂലമുണ്ടാകുന്ന അന്തരീക്ഷ അസ്വസ്ഥതകൾ ഇടവിട്ടുള്ള നേരിയ ചക്രവാത വൃഷ്ടിക്ക് ചിലപ്പോൾ കാരണമാകാറുണ്ട്. എല്ലാ മാസവും മഴ ലഭിക്കുന്ന ഇവിടെ മൺസൂൺ കാലാവസ്ഥയിലേതുപോലെയോ സാവന്ന പ്രദേശങ്ങളിലേതുപോലെയോ ഒരു പ്രത്യേക വരണ്ട കാലം അനുഭവപ്പെടാറില്ല. എന്താണ് നിർവാത മേഖല? വർഷം മുഴുവൻ ഉയർന്ന അളവിൽ സൗരോർജം ലഭിക്കുന്നത് മൂലം ഭൂമധ്യരേഖയ്ക്ക് ഉടനീളം താപജന്യമായ ഒരു ന്യൂനമർദ്ദ മേഖല രൂപപ്പെടുന്നു. ഇവിടെ വായുവിൻ്റെ തിരശ്ചീന സഞ്ചാരം സാധ്യമാകുന്നില്ല. നിർവാത മേഖല എന്നാണ് ഈ മേഖല അറിയപ്പെടുന്നത്. ഇരു അർദ്ധഗോളങ്ങളിലും ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് വീശുന്ന വാണിജ്യവാതങ്ങളുടെ സംയോജന മേഖല കൂടിയാണിത്. ഇരു അർദ്ധഗോളങ്ങളിൽ നിന്നും ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് വീശുന്ന വാണിജ്യവാതങ്ങളുടെ സംയോജന മേഖല കൂടിയാണ് ഇത്. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത ശിഖരമായ കിളിമഞ്ചാരോ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന കൊടുമുടിയാണിത്. ഉയർന്ന ആർദ്രത, തീവ്രമായ സൂര്യപ്രകാശം, അത്യുഷ്ണം എന്നിവ കാരണം പകൽ സമയത്ത് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ അസഹനീയമായ അന്തരീക്ഷ സ്ഥിതിയാണുള്ളത്. എന്നാൽ തീരപ്രദേശങ്ങളിൽ കടൽക്കാറ്റുകളുടെ സ്വാധീനം അത്യുഷ്ണത്തിന് ആശ്വാസമേകുന്നു. ഇത് തീരപ്രദേശങ്ങളിൽ കൂടുതൽ ജനവാസം സൃഷ്ടിക്കുന്നതിന് കാരണമാകുന്നു. ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥയും കേരളത്തിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥയും നമ്മൾ ചർച്ച ചെയ്തതാണ്. ഭൂമധ്യരേഖ കാലാവസ്ഥയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ നിന്ന് വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. വർഷം മുഴുവൻ ലഭിക്കുന്ന ശക്തമായ മഴ, ഉയർന്ന താപനില ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ കാലാവസ്ഥയുടെ പ്രധാന സവിശേഷതയാണ്. ഈ പ്രദേശത്തെ ഉയർന്ന താപനിലയും ശക്തമായ മഴയും സസ്യജാലങ്ങളുടെ സമൃദ്ധമായ വളർച്ചയ്ക്ക് വഴിയൊരുക്കുന്നു. ആഗോള പാരിസ്ഥിതിക സന്തുലനം നിലനിർത്തുന്നതിൽ നിർണായക പ്രാധാന്യമുള്ള ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ നൈസർഗിക സസ്യജാലങ്ങളിലും ഒരുപാട് വൈവിധ്യം നിലനിൽക്കുന്നുണ്ട്. ഗിനിയയുടെ തീരങ്ങളിൽ രാത്രികാലങ്ങളിൽ വീശുന്ന ഹർമാറ്റൻ എന്ന പ്രാദേശികവാദം അവിടുത്തെ താപനില കുറയാൻ കാരണമാകുന്നു എന്ന് പറയുന്നുണ്ട്. ഇനി ഭൂമധ്യരേഖാ മേഖലയിലെ നൈസർഗിക സസ്യജാലങ്ങൾ. ഉഷ്ണമേഖല മഴക്കാടുകൾ എന്നറിയപ്പെടുന്ന നിബിഡ വനങ്ങളാണ് ഈ കാലാവസ്ഥാ മേഖലയുടെ പ്രത്യേകത. തെക്കേ അമേരിക്കയിലെ ആമസോൺ തടം, മധ്യ പശ്ചിമ ആഫ്രിക്ക, ഇന്തോനേഷ്യ, മലായ് ഉപദ്വീപ്, ന്യൂ ഗിനിയ എന്നിവിടങ്ങളിൽ ഈ മഴക്കാട് വ്യാപിച്ചു കിടക്കുന്നു. ആമസോൺ തടത്തിൽ കാണപ്പെടുന്ന മഴക്കാടുകളെ സെൽവാസ് എന്നാണ് വിളിക്കുന്നത്. ഈ കാലാവസ്ഥാ മേഖലയിൽ വിത്തുകൾ മുളക്കുന്നതിനോ പുഷ്പിക്കുന്നതിനോ കായ്ക്കുന്നതിനോ ഇല പൊഴിക്കുന്നതിനോ സസ്യങ്ങൾക്ക് ഒരു പ്രത്യേക കാലമില്ല.
വർഷം മുഴുവൻ ഇത്തരം പ്രക്രിയകൾ ഇവിടുത്തെ കാടുകൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ മഴക്കാടുകളെ ഭൂമധ്യരേഖ നിത്യഹരിതവനങ്ങളെന്ന് വിളിക്കാറുണ്ട്. എബണി, മഹാഗണി, സിങ്കോണ, റോസ്വുഡ് എന്നിങ്ങനെ വൻമരങ്ങൾ ഉൾപ്പെടെ ധാരാളം വ്യത്യസ്തങ്ങളായ നിത്യഹരിത വൃക്ഷം ഈ വനങ്ങളിൽ കാണപ്പെടുന്നു. വൻമരങ്ങളെ കൂടാതെ ചെറുപന, ലിയാനാസ് പോലുള്ള വള്ളിച്ചെടികൾ, മരവാഴ പോലുള്ള എപ്പിഫൈറ്റ് വിഭാഗത്തിൽപ്പെടുന്ന സസ്യങ്ങൾ, ധാരാളം പരാദസസ്യങ്ങൾ, പന്നൽ ചെടികൾ, ലവംഗ് പോലുള്ള പുൽവർഗ സസ്യങ്ങൾ എന്നിവ ഇവിടെ ഇടതൂർന്ന് വളരുന്നു. ഒരു നിശ്ചിത പ്രദേശത്ത് അനേകം സസ്യവർഗങ്ങൾ ഒരുമിച്ച് കാണപ്പെടുന്നുവെന്നത് ഈ മഴക്കാടുകളുടെ പ്രത്യേകതയാണ്. മലേഷ്യൻ മഴക്കാടുകളിൽ 1 ഏക്കറിൽ 200-ലധികം സസ്യങ്ങൾ വരെ കാണപ്പെടാറുണ്ട്. വൃക്ഷങ്ങളുടെ ഉയര വ്യത്യാസമനുസരിച്ച് അവയുടെ വൃക്ഷത്തലപ്പുകൾ പല തട്ടുകളായുള്ള മേലാപ്പുകൾ സൃഷ്ടിക്കുന്നു. വലിയ അളവിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുകയും ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ ഈ നിത്യഹരിത മഴക്കാടുകൾ ലോകത്തിൻ്റെ ശ്വാസകോശം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഭൂമധ്യരേഖ മഴക്കാടുകളിൽ പലയിടങ്ങളിലും സ്ഥാനമാറ്റ കൃഷി വനം വെട്ടിത്തെളിക്കാറുണ്ട്. ഇത്തരം പ്രദേശങ്ങൾ കൃഷിക്ക് ശേഷം പിന്നീട് ഉപേക്ഷിക്കപ്പെടുമ്പോൾ അവിടങ്ങളിൽ മറ്റൊരു വനം രൂപമെടുക്കാൻ തുടങ്ങുന്നു. ഇത്തരത്തിൽ വളരുന്ന ദ്വിതീയ വനങ്ങളെ മലേഷ്യയിൽ ബെലൂക്കാർ എന്ന് അറിയപ്പെടുന്നു. ഇങ്ങനെ വളരുന്ന ദ്വിതീയ വനങ്ങളെയാണ് മലേഷ്യയിൽ ബെലൂക്കാർ എന്നറിയപ്പെടുന്നത്. തീരപ്രദേശങ്ങളിലും ഉപ്പുരസമുള്ള ചതുപ്പു നിലങ്ങളിലും കണ്ടൽക്കാട് കാണപ്പെടാറുണ്ട്. ജന്തു വൈവിധ്യത്താൽ സമ്പന്നമാണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല. ഇവിടുത്തെ കാലാവസ്ഥാ പ്രത്യേകതകൾ മൂലം മിക്കവാറും ജീവികൾ മരങ്ങളിലാണ് ജീവിക്കുന്നത്. ഇത്തരത്തിൽ മരങ്ങളിൽ ജീവിക്കുന്ന ജീവികളെ അർബോറിയൽ ജീവികൾ എന്നാണ് വിളിക്കുന്നത്. മരത്തിൽ ജീവിക്കുന്ന ജീവികളെ അർബോറിയൽ ജീവികൾ. നിബിഡമായ ഈ മഴക്കാടുകളുടെ ഉള്ളിലേക്ക് മതിയായ സൂര്യപ്രകാശം എത്തിച്ചേരാത്തതിനാൽ അടിക്കാടുകൾ വളരുന്നില്ല. അതിനാൽ നിലത്ത് ജീവിക്കുന്ന സസ്യഭോജികളായ മൃഗങ്ങൾ പൊതുവെ ഇവിടെ കാണപ്പെടാറില്ല. അവയെ ഭക്ഷണമാക്കി ജീവിക്കുന്ന മാംസഭോജികളും ഇവിടെ തീരെ കുറവാണ്. അർബോറിയൽ ജീവികൾക്ക് എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത് ഒറൂങ്ങുട്ടാൻ, ഹൗളർ കുരങ്ങുകൾ, എമറാൾഡ് ട്രീബോവ, കിങ്കജു, ലീമറുകൾ എന്നീ ജീവികളൊക്കെയാണ്. ലീമറുകൾ, ആൾക്കുരങ്ങുകൾ, ഒറാങ്ങുട്ടാൻ, മരങ്ങളിൽ നിന്ന് മരങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഉരഗങ്ങൾ, നീർക്കുതിര, ചീങ്കണ്ണി തുടങ്ങിയ വ്യത്യസ്ത ഇനം ജന്തുജാലങ്ങളും തത്ത, ടുക്കാൻ, വേഴാമ്പൽ എന്നിങ്ങനെ ധാരാളം പക്ഷിവർഗങ്ങളും ഈ മേഖലയിൽ കാണപ്പെടുന്നുണ്ട്. ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയുടെ ഭൗതിക സവിശേഷതകൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മനസ്സിലാക്കി. ആഫ്രിക്കയിലെ പിഗ്മികൾ, ആമസോൺ തടത്തിലെ ഇന്ത്യൻ ഗോത്രവിഭാഗക്കാർ, മലേഷ്യയിലെ ഒറാങ് ആസ്ലി ഗോത്രവിഭാഗക്കാർ തുടങ്ങിയവരാണ് ഈ മേഖലയിലെ പ്രധാന തദ്ദേശവാസികൾ. ആഫ്രിക്കയിലെ പിഗ്മികൾ, ആമസോൺ തടത്തിലെ ഇന്ത്യൻ ഗോത്രവർഗക്കാർ, മലേഷ്യയിലെ ഒറാങ് ആസ്ലി ഗോത്രവിഭാഗക്കാരാണ് ഭൂമധ്യരേഖാ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രധാന തദ്ദേശവാസികൾ. ആരാണ് പിഗ്മികൾ? ആഫ്രിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് കോങ്കോ തടം ഉൾപ്പെടെയുള്ള ഉൾപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന തദ്ദേശീയരാണ് പിഗ്മികൾ. താരതമ്യേന ഉയരം കുറഞ്ഞവരാണ് ഇക്കൂട്ടർ.
പിഗ്മികൾ പരമ്പരാഗതമായി വേട്ടയാടുന്നവരാണ്. ഉപജീവനത്തിനായി വനത്തെ വളരെയധികം ഇവർ ആശ്രയിക്കുന്നു. പഴങ്ങൾ, പരിപ്പ്, തേന്, മറ്റു വനവിഭവങ്ങൾ എന്നിവയും ഭക്ഷണത്തിനായി ശേഖരിക്കാറുണ്ട്. മാംസ്യം, മത്സ്യം, വേരുകൾ, പഴങ്ങൾ എന്നിവ അടങ്ങുന്നതാണ് ഇവരുടെ ഭക്ഷണക്രമം. നാടോടി ജീവിതശൈലിയാണ് പിന്തുടരുന്നത്. ഇലകൾ, മരച്ചില്ലകൾ തുടങ്ങിയ വനവസ്തുക്കളാൽ നിർമ്മിച്ച ചെറിയ താൽക്കാലിക കുടിലുകളിലാണ് ഇവർ പലപ്പോഴും താമസിക്കുന്നത്. പിഗ്മികൾ കൂട്ടമായിട്ടാണ് താമസിക്കുന്നത്. തീരുമാനങ്ങളെടുക്കുന്നതും കൂട്ടായിട്ടാണ്. പരമ്പരാഗതമായ തനത് ആചാരങ്ങൾ പാലിക്കുന്നവരാണ് പിഗ്മികൾ. പരിസ്ഥിതിയെ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ പല വിശ്വാസങ്ങളും നിലകൊള്ളുന്നത്. തനത് സംഗീതം, നൃത്തം, താളവാദ്യം എന്നിവ ഇവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. മുഖ്യമായും വനങ്ങളിൽ താമസിക്കുന്ന ഗോത്രവർഗക്കാർ മൃഗങ്ങളെ വേട്ടയാടിയും വനങ്ങളിൽ നിന്ന് കായ്കനികൾ ശേഖരിച്ചും മത്സ്യബന്ധനം നടത്തിയും ജീവിതം പുലർത്തുന്നു. ഇവിടെ നിലനിൽക്കുന്ന പരമ്പരാഗത കൃഷിരീതിയാണ് സ്ഥാനമാറ്റ കൃഷി അഥവാ വെട്ടിച്ചൂട്ട് കൃഷി. കാട് വെട്ടിത്തെളിച്ച് ചുട്ടെരിച്ച് കൃഷിയോഗ്യമാക്കി കൃഷി ചെയ്യുന്നു. പ്രദേശത്തിൻ്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടുന്നതുവരെ കൃഷി തുടരുന്നു. അതിനുശേഷം ആ പ്രദേശം ഉപേക്ഷിച്ച് മറ്റൊരു വനപ്രദേശം തേടി പോകുകയും ഇതേ രീതിയിൽ കൃഷി തുടരുകയും ചെയ്യുന്നു. മരച്ചീനി, ചേന, ചോളം, വാഴ, നിലക്കടല എന്നിവയാണ് പ്രധാന വിളകൾ. യൂറോപ്യരുടെ വരവോടെ ഈ മേഖലയിൽ വ്യാപകമായി തോട്ടവിള കൃഷി ആരംഭിച്ചു. ഇവിടുത്തെ കാലാവസ്ഥാ സവിശേഷത വ്യാവസായിക പ്രാധാന്യമുള്ള പല വിളകൾക്കും ഏറെ അനുകൂലമാണ്. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിളകളിലൊന്നാണ് റബ്ബർ. ലോകത്തിൽ റബ്ബർ ഉൽപാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് മലേഷ്യ, ഇന്തോനേഷ്യ എന്നിവ. ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന മറ്റൊരു തോട്ടവിളയാണ് കൊക്കോ. ഇവിടെ കൃഷി ചെയ്യുന്ന മറ്റു പ്രധാന വിളകളാണ് എണ്ണപ്പന, തെങ്ങ്, കരിമ്പ്, തേയില, കാപ്പി, വാഴ, കൈതച്ചക്ക എന്നിവയൊക്കെ. ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിലെ തദ്ദേശീയരിൽ ഭൂരിഭാഗവും നാടോടികളാണ്. പ്രാദേശികമായി ലഭ്യമായ വിഭവങ്ങൾ പ്രയോജനപ്പെടുത്തി മിക്ക വീടുകളും നിർമ്മിച്ചിരിക്കുന്നത് ഇവിടുത്തെ പ്രത്യേകതയാണ്. ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെല്ലാം പുരാതന ഗോത്രവിഭാഗക്കാരും നാടോടികളും കല്ലുകൊണ്ടും മരം കൊണ്ടും നിർമ്മിച്ച ഓലമേഞ്ഞ വീടുകളിൽ ജീവിക്കുന്ന മനുഷ്യരും മാത്രമാണുള്ളതെന്ന് കരുതരുത്. മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ധാരാളം ആധുനിക നഗരങ്ങളും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ബൊഗോട്ട, സിംഗപ്പൂർ, ജക്കാർത്ത, ഇക്വിറ്റാസ്, ക്വിറ്റോ, ആമസോൺ തടത്തിലെ മനൗസ്, ബെലെ തുടങ്ങിയ നഗരങ്ങൾ ചില ഉദാഹരണങ്ങളാണ്. ചിട്ടയായ ആസൂത്രണത്തിലൂടെയും കഠിന പ്രയത്നത്തിലൂടെയും വളരെയധികം പുരോഗതി കൈവരിച്ച പ്രദേശങ്ങളാണ് മലേഷ്യയും സിംഗപ്പൂരും കിഴക്കൻ ബ്രസീലും. ആമസോൺ മേഖലയിലെയും മലേഷ്യൻ ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലെയും പാർപ്പിടങ്ങൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ആമസോൺ തടത്തിൽ ആളുകൾ താമസിക്കുന്ന മലോക്ക എന്ന പ്രത്യേകതരം വീടുകളിലാണ്. ഈ വീടുകൾ കുത്തനെ ചെരിഞ്ഞ മേൽക്കൂരയോട് കൂടിയവയാണ്. ഓലമേഞ്ഞ മേൽക്കൂരയുള്ള വീടുകൾ ഇവിടെ കാണപ്പെടുന്നു. മലേഷ്യയിലെ ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലെ ഗ്രാമങ്ങളെ കമ്പോങ്സ് എന്നാണ് വിളിക്കുന്നത്. ഇവിടെ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത് തടികൾ കൊണ്ടാണ്. മരം, മുള, ഇല എന്നിവ പാർപ്പിട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതിനാൽ വീടിനുള്ളിൽ കഠിനമായ ചൂട് അനുഭവപ്പെടുന്നില്ല. വനസമ്പത്തുകൊണ്ടും അനേകം നദികളാലും ജലലഭ്യതയാലും പ്രകൃതി സൗന്ദര്യത്താലും ഭൂമധ്യരേഖാ കാലാവസ്ഥ ഏറെ അനുഗ്രഹീതമാണെങ്കിലും പല വിധത്തിലുള്ള ധാരാളം വെല്ലുവിളികൾ ഇവിടെ നേരിടേണ്ടതുണ്ട്.
നിദ്രാരോഗം എന്ന് പറഞ്ഞൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഭൂമധ്യരേഖ മഴക്കാടുകളിൽ കാണപ്പെടുന്ന ഒരു രോഗമാണ് നിദ്രാരോഗം, സ്ലീപ്പിംഗ് സിക്നസ്. ഈ രോഗം പകരുന്നത് സെസെ ഈച്ചകളിലൂടെയാണ്. ഭൂമധ്യരേഖ മഴക്കാടുകളിൽ കൊതുക് പരത്തുന്ന മറ്റൊരു മാരക രോഗമാണ് യെല്ലോ ഫീവർ. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലെ ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥ സസ്യങ്ങളുടെ വളർച്ചയെ ഏറെ പിന്തുണയ്ക്കുന്നു. എന്നാൽ ഈ കാലാവസ്ഥ കീടങ്ങളുടെയും ബാക്ടീരിയകളുടെയും വളർച്ചയ്ക്കും വ്യാപനത്തിനും കൂടി കാരണമാകുന്നു. അണുക്കളും ബാക്ടീരിയകളും ഈർപ്പമുള്ള വായുവിലൂടെ എളുപ്പത്തിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇത് ഈ മേഖലയിൽ വൻതോതിലുള്ള രോഗവ്യാപനത്തിന് കാരണമാകുന്നു. കീടങ്ങളുടെ വ്യാപനം വിളകളെയും ഏറെ ഹാനികരമായി ബാധിക്കാറുണ്ട്. ആധുനിക നഗരങ്ങളൊഴിച്ചാൽ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ മിക്ക പ്രദേശങ്ങളിലും അടിസ്ഥാന സൗകര്യം തീരെയില്ല. ഈ പ്രദേശത്തിൻ്റെ ബൗദ്ധിക വികസനത്തിന് ഇവിടങ്ങളിൽ നിബിഡ വനങ്ങൾ തടസ്സമാകുന്നു. ഇടതൂർന്ന വനങ്ങൾക്കുള്ളിലൂടെ ചതുപ്പുനിലങ്ങൾക്ക് മുകളിലൂടെ റോഡുകൾ, റെയിൽപാത നിർമ്മിക്കുക എന്നതും അവ പരിപാലിക്കുക എന്നതും ഏറെ ശ്രമകരവും ചെലവേറിയതുമാണ്. ഇത്തരം വനമേഖലകളിൽ മരങ്ങൾ മുറിച്ച് മാറ്റിയാലുടൻ ലാലങ് പോലുള്ള ഉയരമേറിയ പുല്ലുകളും നിബിഡമായ അടിക്കാടുകളും വളരുന്നു. ഇത് പലപ്പോഴും കൃഷിയെ സാരമായി ബാധിക്കാറുണ്ട്. വന്യമൃഗങ്ങളും രോഗം പരത്തുന്ന പ്രാണികളും വിഷജന്തുക്കളും ഇത്തരം വനമേഖലയിൽ വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ ജീവന് ഏറെ വെല്ലുവിളി ഉയർത്താറുണ്ട്. ആമസോൺ തടത്തിലെ വിദൂര പ്രദേശങ്ങളിലും കോങ്കോ തടം, ബൊർണിയോ എന്നിവിടങ്ങളിലെ മിക്ക പ്രദേശങ്ങളിൽ ഇന്നും ആധുനിക വാർത്താവിനിമയ സംവിധാനങ്ങൾ ഒന്നും തന്നെയില്ല. നദികളാണ് പ്രകൃതിദത്ത ഹൈവേകൾ. ഭൂമധ്യരേഖ കാലാവസ്ഥാ പ്രദേശങ്ങൾ വൃക്ഷനിബിഡമാണെങ്കിലും വാണിജ്യാടിസ്ഥാനത്തിൽ അവയെ ചൂഷണം ചെയ്യുക എന്നത് ഏറെ ദുഷ്കരമാണ്. മരങ്ങളുടെ അതിബാഹുല്യം, ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് തടികൾ നീക്കിക്കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് എന്നിവ വാണിജ്യാടിസ്ഥാനത്തിൽ മരം വെട്ടിന് തടസ്സം സൃഷ്ടിക്കുന്നു. തടികളുടെ ഭാരക്കൂടുതൽ മൂലം പലപ്പോഴും ഇവയെ നദികളിലൂടെ ഒഴുക്കിക്കൊണ്ടുപോകാനും സാധിക്കാറില്ല. മേച്ചിൽ സ്ഥലങ്ങളുടെ അഭാവം, പ്രാണികളുടെ ആക്രമണം എന്നിവ മൂലം ഭൂരിഭാഗം പ്രദേശങ്ങളിലും കന്നുകാലി വളർത്തൽ ഒരു പ്രധാന ഉപജീവന മാർഗമായി വളർന്നുവന്നിട്ടില്ല. ലോക കാലാവസ്ഥയെ സുസ്ഥിരമാക്കുന്നതിൽ ഭൂമധ്യരേഖ മഴക്കാട് നിർണായക പങ്കാണ് വഹിക്കുന്നത്. ലോകത്തിലെ ആകെ വനഭൂമിയുടെ ഏതാണ്ട് 1/3 വനപ്രദേശവും സ്ഥിതി ചെയ്യുന്നത് ആമസോൺ തടം, കോങ്കോ തടം, തെക്കുകിഴക്കൻ ഏഷ്യ എന്നിങ്ങനെ 3 മേഖലകളിലായിട്ടാണ്. ലോക കാലാവസ്ഥയെ സ്വാധീനിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഭൂമധ്യരേഖ മഴക്കാട് ഇന്ന് പല രീതിയിൽ വനനശീകരണ ഭീഷണി നേരിടുന്നു. ചിത്രം 3.23 ലോങ് ഇയർബൈൻ പട്ടണം. ലോകത്തിലെ ഏറ്റവും വടക്കുള്ള പട്ടണം കാണണമെന്നുള്ള ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു. നോർവേയുടെ വടക്ക് ആർട്ടിക് കടലിൽ സ്ഥിതി ചെയ്യുന്ന സ്വാൽബാർഡ് ദ്വീപസമൂഹത്തിലെ ലോങ് ഇയർബൈൻ എന്ന പട്ടണത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത് നോർവേയുടെ ഭാഗമാണ്. വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന സ്വാൽബാർഡ് എന്ന ഈ ദ്വീപസമൂഹം 1000-ലധികം ജനങ്ങൾ വസിക്കുന്ന ഈ ഖനന പട്ടണത്തെയാണ് ലോകത്തിലെ ഏറ്റവും വടക്കുള്ള ജനവാസ മേഖലയായി കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടുത്തെ സാഹചര്യങ്ങളും മനുഷ്യജീവിതവും ഏവരിലും അതിശയവും കൗതുകവും ജനിപ്പിക്കും. ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്നുള്ള എന്നെപ്പോലൊരു വ്യക്തി എത്ര അത്ഭുതമായിട്ടാണ് ഈ പട്ടണത്തിലെ സാഹചര്യങ്ങൾ കണ്ടറിഞ്ഞതെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഞാനിവിടെ എത്തിയ ദിവസം ശക്തമായ ഹിമപാതം ഉണ്ടായിരുന്നു.
എല്ലാ വർഷവും നവംബർ പകുതി മുതൽ ജനുവരി വരെ ഈ പട്ടണം പൂർണ്ണമായും ഇരുട്ടിലാക്കുന്നു. ധ്രുവരാത്രി എന്ന് വിളിക്കുന്ന ഈ കാലയളവിൽ ഇവിടെയുള്ളവർക്ക് അവരുടെ ജീവിത രീതികൾ പുനഃക്രമീകരിക്കേണ്ടതായി വരുന്നു. രാവിലെ ജോലിക്കായി പുറത്തേക്ക് പോകുമ്പോൾ രോമകുപ്പായങ്ങൾക്ക് പുറമെ ഇരുട്ടിൽ തിരിച്ചറിയുന്നതിന് റിഫ്ലക്ടർ ഘടിപ്പിച്ച വസ്ത്രങ്ങൾ കൂടി ധരിക്കേണ്ടതുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് കാണാനാകുന്ന ഒരു അത്ഭുതമാണ് ധ്രുവദീപ്തി. ബഹുവർണ്ണ നിറത്തിലുള്ള ആകാശവും അതിൻ്റെ ചുവട്ടിൽ അതേ നിറങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന മഞ്ഞുമലകളും ഒരുക്കിയ ദൃശ്യഭംഗി കണ്ട് ഞാനെല്ലാം മറന്നു നിന്നുപോയി. ആർട്ടിക് പര്യവേഷണത്തിൻ്റെ ഭാഗമായി ലോകത്തിൻ്റെ ഏറ്റവും വടക്കുള്ള ജനവാസ മേഖലയായി കരുതപ്പെടുന്ന ലോങ് ഇയർബൈൻ എന്ന പട്ടണം സന്ദർശിച്ച ഒരു സഞ്ചാരിയുടെ അനുഭവക്കുറിപ്പാണ് നമ്മൾ വായിച്ചത്. ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെയുള്ള ഒരു പ്രത്യേകതയാണ് ഹിമപാതം എന്നത്. ഇനി ടൈഗ മേഖലയുടെ വടക്കായാണ് ടണ്ട്ര മേഖല സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയേണ്ടത്. വടക്കേ അമേരിക്കയുടെയും യുറേഷ്യയുടെയും ആർട്ടിക് തീരങ്ങളിലും ഗ്രീൻലാൻഡിൻ്റെ തീരങ്ങളിലുമായി ഈ ടൈഗ മേഖലയുടെ വടക്കുള്ള ടണ്ട്ര മേഖല വ്യാപിച്ചു കിടക്കുന്നു. ടണ്ട്ര മേഖലയെ ആർട്ടിക് ടണ്ട്രെ, ആൽപൈൻ ടണ്ട്രെ എന്നിങ്ങനെ രണ്ടായി തിരിക്കാം. അവ ഓരോന്നിലുമുള്ള വ്യത്യസ്തതകളെ ആർട്ടിക് ടണ്ട്രെ അലാസ്ക, കാനഡ, സൈബീരിയ, ഗ്രീൻലാൻഡ്, ഐസ്ലാൻഡ്, സ്കാൻഡിനേവിയ എന്നിവിടങ്ങളിൽ ടൈഗ മേഖലയുടെ വടക്കായിട്ടാണ് ആർട്ടിക് ടണ്ട്ര ഉള്ളത്. ആൽപൈൻ ടണ്ട്രെ ഉയരമേറിയ പർവ്വത പ്രദേശങ്ങളിലുമാണ്. ടണ്ട്ര കാലാവസ്ഥാ മേഖലയെ ആർട്ടിക് അഥവാ ധ്രുവീയ കാലാവസ്ഥാ മേഖല എന്നും ഹ്രസ്വമായ ധ്രുവീയ കാലാവസ്ഥാ മേഖല എന്ന് വിളിക്കാറുണ്ട്. ഹ്രസ്വമായ വേനൽക്കാലവും ദീർഘമായ ശൈത്യകാലവും അനുഭവപ്പെടുന്ന ഈ മേഖലയുടെ കാലാവസ്ഥാ സവിശേഷതകളൊന്ന് പരിശോധിക്കാം. വളരെ കുറഞ്ഞ വാർഷിക ശരാശരി താപനില ടണ്ട്ര കാലാവസ്ഥാ മേഖലയുടെ സവിശേഷതയാണ്. ശൈത്യകാലത്തിൻ്റെ മധ്യത്തിൽ താപനില -30°C വരെ താഴാറുണ്ട്. ഈ കാലയളവിൽ ടണ്ട്ര മേഖലയുടെ ഉൾഭാഗങ്ങളിൽ താപനില ഇതിലും താഴാറുണ്ട്. ഹ്രസ്വമായ വേനൽക്കാലമാണ് ഇവിടെ അനുഭവപ്പെടാറുള്ളത്. ഈ കാലയളവിൽ ഏതാനും ചില ആഴ്ചകളിലാണ് താപനില 0°C മുകളിലെത്തുന്നത്. ആർട്ടിക് വൃത്തം മുതൽ ധ്രുവം വരെയുള്ള പ്രദേശങ്ങളിൽ ആഴ്ചകളോളം സൂര്യൻ അസ്തമിക്കാറില്ല. അതുപോലെ ഈ പ്രദേശങ്ങളിൽ ആഴ്ചകളോളം സൂര്യൻ ഉദിക്കാറുമില്ല. ആർട്ടിക് വൃത്തത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ലോങ് ഇയർബൈൻ സന്ദർശിച്ച സഞ്ചാരി തൻ്റെ യാത്രാക്കുറിപ്പിൽ പറഞ്ഞ ധ്രുവരാത്രിയെപ്പറ്റി നമ്മൾ ഓർക്കുന്നുണ്ട്. ആർട്ടിക് വൃത്തത്തിന് വടക്കുള്ള പ്രദേശങ്ങളിൽ ദീർഘമായ രാത്രികളും പകലുകളും അനുഭവപ്പെടാറുണ്ട്. സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരാർദ്ധഗോളത്തിലായിരിക്കുന്ന ഏതാണ്ട് 6 മാസ കാലയളവിൽ ഉത്തര ധ്രുവത്തിൽ പകലായിരിക്കും. സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ദക്ഷിണാർദ്ധഗോളത്തിലായിരിക്കുന്ന 6 മാസ കാലയളവിൽ ഉത്തര ധ്രുവത്തിൽ പകൽ വെളിച്ചം കാണാനാകില്ല എന്നത് ഈ മേഖലയുടെ സവിശേഷതയാണ്. ശൈത്യകാലത്ത് വർഷണം നടക്കുന്നത് മഞ്ഞുവീഴ്ചയുടെ രൂപത്തിലാണ്. ചക്രവാതങ്ങൾ ശക്തമായ തീരപ്രദേശങ്ങളിൽ കനത്ത മഴ ലഭിക്കാറുണ്ട്. ഈ മേഖലയിൽ വീശുന്ന ശക്തിയേറിയ ഹിമക്കാറ്റുകളാണ് ബ്ലിസാർഡ്സ്. ഇവ പലപ്പോഴും ശക്തിയായ ഹിമപാതത്തിന് കാരണമാകുന്നു. ടണ്ട്ര മേഖലയിലെ കാലാവസ്ഥാ സവിശേഷതകൾ എന്തെല്ലാം എന്ന് നമ്മൾ ചർച്ച ചെയ്തു. ഏതൊരു പ്രദേശത്തിൻ്റെയും സസ്യ ജന്തു വൈവിധ്യം ആ പ്രദേശത്തിൻ്റെ കാലാവസ്ഥാ സവിശേഷതകളെ ആശ്രയിച്ചിരിക്കും. വളരെ കുറഞ്ഞ അളവിൽ ലഭിക്കുന്ന സൂര്യപ്രകാശവും അതിശൈത്യവും
വളരെ കുറഞ്ഞ അളവിൽ ലഭിക്കുന്ന സൂര്യപ്രകാശവും അതിശൈത്യവും മൂലം ഈ മേഖലയിൽ സസ്യജാലങ്ങൾ പൊതുവെ വിരളമാണ്. ജന്തുവൈവിധ്യവും തീരെ കുറവാണ്. ടെൻട്രാ മേഖലയിലെ നൈസർഗിക സസ്യജന്തുജാലങ്ങളുടെ സവിശേഷതകൾ. ഇവിടുത്തെ കാലാവസ്ഥ ഉയർത്തുന്ന വെല്ലുവിളി മൂലം ടെൻട്രാ മേഖലയിൽ സാധാരണഗതിയിൽ വൃക്ഷങ്ങളൊന്നും തന്നെ കാണപ്പെടാറില്ല. പായലുകൾ, ലൈക്കണുകൾ, സഡ്ജുകൾ, കുറ്റിച്ചെടികൾ എന്നിവയാണ് ഇവിടുത്തെ പ്രധാന സസ്യവർഗങ്ങൾ. കുള്ളൻ, വില്ലോസ്, ബിർച്ചസ് എന്നീ സസ്യങ്ങളും ഇവിടുത്തെ കാലാവസ്ഥയെ അതിജീവിച്ച് പലയിടങ്ങളിൽ വളരുന്നതായി കാണാം. അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന തീരങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ ചിലയിനം കട്ടിയുള്ള പുല്ലുകൾ വളരുന്നു. ഇത്തരം മേച്ചിൽ ഇടങ്ങളെ മാത്രം ആശ്രയിച്ചാണ് റൈൻഡിയർ പോലുള്ള സസ്യജീവികൾ ഇവിടെ ഉപജീവനം സാധ്യമാക്കുന്നത്. വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന ടെൻട്രാ മേഖലയിലെ വേനൽക്കാലം വളരെ ഹ്രസ്വമാണെങ്കിലും വേനലിൻ്റെ വരവോടെ ഈ മേഖല കൂടുതൽ സജീവമാകുന്നു. വേനലിൽ മഞ്ഞുരുകുന്നതോടെ കുറ്റിച്ചെടികൾ കായ്ക്കാനും പുഷ്പിക്കാനും തുടങ്ങുന്നു. വേനൽക്കാലത്ത് ഇവിടെ ഉണ്ടാകുന്ന പ്രാണികളെ ഭക്ഷിക്കാൻ തെക്കുനിന്നും പക്ഷികൾ ടെൻട്രാ മേഖലയിലേക്ക് ദേശാടനം ചെയ്യാറുണ്ട്. ആർട്ടിക്കുറുക്കന്, ചെന്നായ, ധ്രുവക്കരടി, കസ്തൂരിക്കാള, ആർട്ടിക് മുയൽ എന്നിവയാണ് ഇവിടെ കാണപ്പെടുന്ന മറ്റ് ജീവിവർഗങ്ങൾ. ടെൻട്രാ മേഖലയിലെ ജനജീവിതം എങ്ങനെയെന്ന് നോക്കാം. പൊതുവെ ജനവാസം കുറഞ്ഞ മേഖലയാണ് ടെൻട്രാ. ഇവിടുത്തെ മനുഷ്യജീവിതം മുഖ്യമായും തീരപ്രദേശങ്ങളിൽ മാത്രമായി പരിമിതപ്പെട്ടിരിക്കുന്നു. പീഠഭൂമികളും പർവ്വതങ്ങളും സ്ഥിരമായി മഞ്ഞു മൂടിക്കിടക്കുന്നതിനാൽ തീരെ വാസയോഗ്യമല്ല. ചില നാടോടി ഗോത്രവർഗങ്ങളാണ് ഈ മേഖലയിലെ പ്രധാന ജനവിഭാഗങ്ങൾ. ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. അതിൽ ടെൻട്രാ മേഖലയിലെ പ്രത്യേക ഗോത്രവിഭാഗങ്ങളെയാണ് കൊടുത്തിട്ടുള്ളത്. ഗ്രീൻലാൻഡ്, വടക്കൻ കാനഡ, അലാസ്ക ഗോത്രവിഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവർ വസിക്കുന്ന പ്രദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഗ്രീൻലാൻഡ്, വടക്കൻ കാനഡ, അലാസ്ക എന്നിവിടങ്ങളിലായിട്ട് എസ്കിമോസ് അഥവാ ഇന്യൂട്ടുകളാണ് താമസിക്കുന്നത്. ഇനി വടക്കൻ ഫിലിപ്പൈൻസ്, സ്കാൻഡിനേവിയ ഇവിടങ്ങളിൽ ലാപ്സ് എന്നുള്ള ഗോത്രവിഭാഗമാണ്. സൈബീരിയയിലെ ഗോത്രവിഭാഗമാണ് സെമോയിഡ്സ്. ലെന തടത്തിലുള്ള ഗോത്രവിഭാഗമാണ് യാക്കൂട്സ്. ഇനി വടക്ക് കിഴക്കൻ ഏഷ്യയിലാണെങ്കിൽ അവിടുത്തെ ഗോത്രവിഭാഗം കൊറിയാക്സ്, ചുക്ചി എന്നിവരാണ്. വേട്ടയാടലും മത്സ്യബന്ധനവുമാണ് ടെൻട്രയിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം. തിമിംഗലം, സീല്, കാരിബു, വിവിധതരം മത്സ്യങ്ങൾ, പക്ഷികൾ, രോമമുള്ള മൃഗങ്ങൾ എന്നിവ അവർക്ക് ഭക്ഷണത്തിനും വസ്ത്രത്തിനും ആവശ്യമായതെല്ലാം നൽകുന്നു. ഇവയുടെ എല്ലുകളും മറ്റ് ആയുധങ്ങളായും ഉപകരണങ്ങളായും പാത്രങ്ങളായിട്ടും പ്രയോജനപ്പെടുത്താറുണ്ട്. ഗ്രീൻലാൻഡിലെ പോളാർ എസ്കിമോസ് തങ്ങളുടെ പൂർവികരുടേതിൽ നിന്ന് ഏറെ വ്യത്യസ്തമല്ലാത്ത ഒരു പ്രാകൃത ജീവിത രീതിയാണ് നയിക്കുന്നത്. ശൈത്യകാലത്ത് ഇഗ്ലൂ എന്ന് വിളിക്കുന്ന വീടുകളിൽ താമസിക്കുന്ന ഇവർ വേനൽക്കാലമാകുന്നതോടെ വേട്ടയാടാനും മത്സ്യബന്ധനത്തിനും മറ്റിടങ്ങളിലേക്ക് കുടിയേറുന്നു. അരുവികളുടെ തീരങ്ങളിൽ മൃഗങ്ങളുടെ തോലുകൊണ്ടുണ്ടാക്കിയ ടെൻറ്റുകളിലാണ് ഇക്കാലയളവിൽ ഇവർ താമസിക്കാറ്. ഹിമക്കരടികളെ പോലും വേട്ടയാടി ഭക്ഷിക്കുന്ന എസ്കിമോകളുണ്ട്. കഴിഞ്ഞ 60 വർഷത്തിനിടയിൽ യൂറോപ്യന്മാരുമായുള്ള സമ്പർക്കത്തിലൂടെ എസ്കിമോകളുടെ ജീവിത രീതിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. തീരദേശ ഗ്രാമങ്ങളിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ വീടുകളിലാണ് എസ്കിമോകൾ താമസിക്കുന്നത്. കയാക്കുകൾ എന്ന് വിളിക്കുന്ന തുഴവഞ്ചികൾക്ക് പകരം മത്സ്യബന്ധനത്തിന് ഇന്ന് അവർ സ്പീഡ് ബോട്ടുകൾ ഉപയോഗിക്കുന്നു.
രോമമുള്ള മൃഗങ്ങളെ വാണിജ്യാടിസ്ഥാനത്തിൽ അവർ വളർത്തുന്നു. കാനഡയിലെയും അലാസ്കയിലെയും ടണ്ട്ര മേഖലയിലെ പലയിടങ്ങളിലും എസ്കിമോകളുടെ കുട്ടികളെ ആധുനിക ജീവിതരീതിയുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പ്രാപ്തരാക്കുന്നതിന് സ്കൂളുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. യുറേഷ്യൻ ടണ്ട്രയിലെ മിക്ക ഗോത്രവർഗങ്ങളും മേച്ചിൽപ്പുറങ്ങൾ തേടി റൈൻഡിയർ കൂട്ടങ്ങളുമായി നാടോടി ഇടയജീവിതം നയിക്കുന്നവരാണ്. സൈബീരിയൻ ടണ്ട്രയിൽ രോമത്തിനായി റൈൻഡിയർ ഉൾപ്പെടെയുള്ള മൃഗങ്ങളെ വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്തുന്നതിനായി ധാരാളം വിശാല ഫാമുകൾ കാണാം. ടണ്ട്ര മേഖലയിലെ ധാതുഖനനം നിരവധി പുതിയ വാസയിടങ്ങൾ രൂപപ്പെടുന്നതിന് കാരണമായി. ടണ്ട്ര മേഖലയുടെ തെക്കുഭാഗത്ത് അനുകൂല കാലാവസ്ഥാ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ചിലയിടങ്ങളിൽ കുറഞ്ഞ കാലയളവ് കൊണ്ട് പാകമാകുന്ന ധാന്യങ്ങളും കൃഷിയും ചെയ്യാറുണ്ട്. ഇനി ഇഗ്ലു. ടണ്ട്ര പ്രദേശങ്ങളിൽ ജീവിക്കുന്ന എസ്കിമോകൾ മഞ്ഞ് കട്ട വെട്ടിയെടുത്ത് അടിത്തട്ട് വൃത്താകൃതിയിലും മുകൾ ഭാഗം മകുടത്തിൻ്റെ ആകൃതിയിലും നിർമ്മിച്ച താൽക്കാലിക വാസയിടങ്ങളാണ് ഇഗ്ലു. ഇനി ഡോഗ് സ്കെഡ്ജ്. ഗതാഗതത്തിന് മഞ്ഞിലൂടെ തെന്നി നീങ്ങുന്ന പ്രത്യേകതരം വണ്ടികൾ ടണ്ട്ര പ്രദേശങ്ങളിൽ പലയിടങ്ങളിലും ഉപയോഗിക്കാറുണ്ട്. നായ്ക്കൾ വലിച്ചുകൊണ്ടുപോകുന്ന ഇവയെ സ്കെഡ്ജുകൾ എന്ന് വിളിക്കുന്നു. ടണ്ട്രയും കാലാവസ്ഥാ വ്യതിയാനവും. ആഗോളതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുന്നത് നമ്മൾ ചർച്ച ചെയ്തു. കാലാവസ്ഥാ വ്യതിയാനം സാരമായി ബാധിക്കുന്ന പ്രദേശങ്ങളിലൊന്നാണ് ടണ്ട്ര. ആഗോളതാപനത്തിൻ്റെ ഫലമായി ടണ്ട്ര മേഖലയിലെ ഐസ് പാളികൾ ഗണ്യമായ തോതിൽ ഉരുകുന്നു. ഇത് ഇവിടുത്തെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെ അതുപോലെ പാരിസ്ഥിതിക സന്തുലനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. തികച്ചും വ്യത്യസ്ത കാലാവസ്ഥാ വൈവിധ്യങ്ങൾ പുലർത്തുന്ന രണ്ട് മേഖലയുടെ ഭൂമിശാസ്ത്ര സവിശേഷതകളാണ് ഈ പാഠഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്തത്. ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്ന് ടണ്ട്ര മേഖലയിലേക്ക് യാത്ര ചെയ്യുന്ന ഈ പര്യവേക്ഷകൻ നിങ്ങളാണെന്നൊന്ന് സങ്കല്പിച്ച് നോക്കുക എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് രണ്ട് മേഖലകളെയും താരതമ്യം ചെയ്തിട്ട് അവിടുത്തെ കാലാവസ്ഥ, സസ്യജന്തുജാലം, ജനജീവിതം, അവർ നേരിടുന്ന വെല്ലുവിളി, ഇതൊക്കെ ഒന്ന് താരതമ്യം ചെയ്തിട്ട് ഒരു യാത്രാ വിവരണം തയ്യാറാക്കാനാണ് പറയുന്നത്. വർഷം മുഴുവൻ ഉയർന്ന താപനില ലഭിക്കുന്ന ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയുടെ അതിതീവ്ര ശൈത്യം അനുഭവപ്പെടുന്ന ടണ്ട്ര മേഖലയുടെയും കാലാവസ്ഥാ സവിശേഷതകളിലൂടെ നാം കടന്നുപോയി. ഇവയിൽ നിന്ന് ഏറെ വ്യത്യസ്തമല്ലേ നാം ജീവിക്കുന്ന പ്രദേശം? എത്രത്തോളം വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ ഭൂമി! ഈ വൈവിധ്യങ്ങളോട് അനുരൂപണം സാധ്യമാക്കി ഓരോ പ്രദേശങ്ങളിലും അതിജീവിക്കുന്ന